is a journal he is bringing out. മലയാളം മാത്രമേ അറിയൂ, അതുകൊണ്ട് മലയാളം മാത്രമേ പറയാനും പറ്റൂ. മലയാളം അറിയുന്നവരായിരിക്കും കൈയടിക്കുന്നത് എന്ന് തോന്നുന്നു. ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖല, ആ സാധ്യതയുടെ ചെറിയ ഒരംശം പോലും പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറ്റാത്ത ഒരു സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. He is from Kerala, and Kerala is a state where there is a lot of potential, but that potential is not made into good use. കഴിഞ്ഞ ഒരു 19 വർഷമായി ഞാൻ ചെമ്മീൻ കൃഷി നടത്തുകയാണ്. ഈ 19 വർഷക്കാലത്തിനിടയിൽ വലിയ ദുരനുഭവങ്ങളുണ്ടായ സമയങ്ങളുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ 2 വർഷം നന്നായി കൃഷി ചെയ്യാൻ എനിക്ക് സാധിച്ചു 90കളിൽ. ആ സമയത്ത് ഞാൻ ധരിച്ചു തനക്ക് കൃഷിയൊക്കെ മനസ്സിലായി, കുഴപ്പമില്ല, നന്നായി കാശുണ്ടാക്കാൻ വേണ്ടി സാധിക്കും, നന്നായി കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നായിരുന്നു. 19 years experience he is having. First 3 years he was getting very good crop and very good profit. പിന്നീട് വന്ന രണ്ട് കൃഷിയും വൈറ്റ് സ്പോട്ട് വന്ന് 2 കൃഷിയും നശിച്ചുപോയി. വലിയ പൈസ നഷ്ടം വന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ പറഞ്ഞത് ഈ ഏർപ്പാട് മതിയാക്കണം, ഇനിയും കൃഷി നടത്താൻ പോകരുത്, ഇത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ തറവാട് മുടിഞ്ഞു പോകും, അതുകൊണ്ട് കൃഷി നടത്താൻ പോകരുത്, ഇവിടെ ഇത് നിർത്തണം എന്നാണ് പറഞ്ഞത്. So after 3 years good crop, the next 2 years there was a total loss. So much money he lost because of the white spot disease, and all the members of his family, his friends, everybody said, you better stop farming, you are going to destroy your family. If you go after fish farming, you are going to lose all your money. പക്ഷേ ഞാനത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചില്ല. ചെയ്യാൻ വേണ്ടി പറ്റുന്നതിൻ്റെ മാക്സിമം ശാസ്ത്രീയമായി കൃഷി ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയും ഒരു കാര്യത്തിന് വിട്ടുവീഴ്ച ചെയ്യാതെ കൃഷി ചെയ്യാൻ വരികയും ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും മെച്ചപ്പെട്ട കൃഷി പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും ചെയ്യാൻ സാധിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു കോളേജിൻ്റെ സെമിനാർ ഹാളിൽ നിന്നിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഡോക്ടർ കരുണാസാഗർ ഏറ്റവും കൂടുതൽ ഒരു ഘട്ടത്തിൽ ഇവിടെ ഉണ്ടാക്കിയ ഇമ്യൂണോസ്റ്റിമുലന്റ് ഞങ്ങൾക്ക് തരികയും അത് ഉപയോഗിച്ച് വളരെ നന്നായി കൃഷി നടത്തുകയും പിന്നീട് ഇങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യാതെ വളരെ ലാഭകരമായ നിലയിൽ കൃഷി നടത്താനും പിന്നീട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. But he was determined that he will continue in this field. So initially he said that once he got good money in the first 2-3 crops, he thought that I have learned agriculture very well. But it was followed by the disaster which he had mentioned. But he decided to continue in this field, and he followed the scientific manner of aquaculture. He followed the systematic scientific manner of aquaculture, and he is telling that he is very happy that he is standing in the seminar hall of one of the institutions which had helped him a lot. That is the College of Fisheries, Mangalore, and Dr. Karnasagar helped him by providing the aquastim developed by him that was provided to him. He used that immunostimulant, and with that he could get a good crop. പ്രൊബയോട്ടിക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. പൂർണ്ണമായി ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് കൃഷി ചെയ്യുന്നത്. 3 സ്ഥലങ്ങളിലായിട്ടാണ് എൻ്റെ ഫാമുകൾ കിടക്കുന്നത്. ടോട്ടൽ ഉള്ളത് 5.5 ഹെക്ടറാണ്. ഈ സ്ഥലങ്ങളിൽ 2 സ്ഥലത്ത് എനിക്ക് ലോങ്ങാം എയറേറ്റർ ഉണ്ട്, മറ്റൊരു സ്ഥലത്ത് എയറേറ്റർ ഇല്ലാത്തതാണ്. ലോങ്ങാം എയറേറ്റർ ഉള്ള സ്ഥലത്ത് ഒരു 1800-2000 കിലോ വരെ ഒരു ഹെക്ടറിൽ നിന്ന് എനിക്ക് എള്ളി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മറ്റു സ്ഥലത്താണെങ്കിൽ 800-നും 1200-നും ഇടയിൽ വരുന്ന രീതിയിലാണ് അവിടെ നിന്ന് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് ശാസ്ത്രീയമായ നിലയിൽ കൃത്യമായി ചെയ്തു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു. He is having 3 areas in which he is doing culture. 2 areas he is having aerators. In 1 area he is not using aerators. He is following the closed system of culture in which he is not doing any water exchange. Usually in the shrimp farming there is a water exchange is practiced, but in his system he is not following any water exchange, and he is using probiotics, and in the area where he is using aerators he is getting 1800 to 2000 kg per hectare production he is getting. Area where he is not using aerator he is getting about 1200 kg per hectare. ഞാൻ ആദ്യം കേരളത്തിലെ ഒരു പ്രത്യേകത പറഞ്ഞു, വലിയ സാധ്യത, അത് ചെറിയ രീതിയിൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുന്നു നേരത്തെ പറഞ്ഞു. അതേപോലെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. എൻ്റെ അനുഭവത്തിൽ കേരളത്തിന്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് അക്വാകൾച്ചർ പഠിച്ച ആളുകൾ അക്വാകൾച്ചർ ചെയ്യുന്നില്ല, അക്വാകൾച്ചർ ചെയ്യുന്ന ആളുകൾ അക്വാകൾച്ചർ പഠിക്കുന്നില്ല. അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അക്വാകൾച്ചർ പഠിച്ച ആളുകൾ അക്വാകൾച്ചർ ചെയ്യുന്നില്ല, അക്വാകൾച്ചർ ചെയ്യുന്ന ആളുകൾ അക്വാകൾച്ചർ പഠിക്കുന്നില്ല. ഈ അക്വാകൾച്ചർ ചെയ്യുന്ന ആളുകളെ അക്വാകൾച്ചർ പഠിപ്പിക്കാൻ അക്വാകൾച്ചർ പഠിച്ച ആളുകൾ തയ്യാറാകുന്നുമില്ല. I think everybody followed that. The paradox is that those who have studied aquaculture is not doing aquaculture, and
those who are doing aquaculture has not studied aquaculture. But the sad fact is that those who have studied aquaculture is not teaching those who are doing aquaculture how to do proper aquaculture. ഒരു വർഷത്തിൽ ഒരു കൃഷി മാത്രമാണ് ചെയ്യുക, ഒറ്റ കൃഷിയെ ചെയ്യാറുള്ളൂ. എന്റെ നാട്ടിൽ തന്നെ 2 കൃഷിയും 3 കൃഷിയും ചെയ്ത് എല്ലാ കൃഷിയും അടിച്ച് പൊളിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. പക്ഷെ ഞാൻ ഒരു കൃഷിയെ ചെയ്യാറുള്ളൂ. ആ കൃഷി വളരെ നന്നായി ചെയ്യും. അതിനകത്ത് സ്വാഭാവികമായി ഒരു വർഷം എനിക്ക് ജീവിക്കാൻ ആവശ്യമായ അത്രയും കാശ് ഞാൻ അതിനകത്ത് ഉണ്ടാക്കുകയും ചെയ്യും. ഒരുപാടല്ല. ഞാൻ പറയുന്നത് ഇപ്പോ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും 10 ടണ്ണും 15 ടണ്ണും 20 ടണ്ണും ഒക്കെ വണാമി പല സ്ഥലങ്ങളിലും ഉത്പാദിപ്പിക്കുന്നുണ്ട്. എനിക്കത് എങ്ങനെയാണ് അതങ്ങനെ ഒരു നമ്മുടെ പ്രകൃതിയുടെ മേലെ അത്രയും വലിയൊരു കടന്നാക്രമണം നടത്തുന്നത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അത് ഞങ്ങളുടെ ഭാഷയിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് കറന്നു കുടിക്കാം, ഒരു പശുവിനെ നമുക്ക് കറന്നു കുടിക്കാം, പക്ഷെ അരിഞ്ഞു കുടിച്ചുകൂടാ എന്നാണ്. ശരിക്കും പ്രകൃതിക്ക് അതിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. ആ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അപ്പുറം വരുമ്പോൾ സ്വാഭാവിക പ്രകൃതി അതിന്റെ രൗദ്രഭാവത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരും. സുസ്ഥിരമായ ഒരു കൃഷി പോകണമെങ്കിൽ പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ എക്കോ ഫ്രണ്ട്ലി ആയി കൃഷി ചെയ്യുന്നതിന് വേണ്ടി കൃഷിക്കാർ മുന്നോട്ട് വരണം. അതിനാണ് ഈ പറയുന്ന നിലയിൽ ഞാൻ പറയുന്നത്, നേരത്തെ അക്വാകൾച്ചർ പഠിച്ച ആളുകൾ ശരിയായ നിലയിൽ അക്വാകൾച്ചർ ആളുകളെ പഠിപ്പിക്കാൻ തയ്യാറാകണം. ഏതെങ്കിലും രീതിയിൽ കാശുണ്ടാക്കുകയല്ല, കാശുണ്ടാക്കുന്നത് പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ പ്രകൃതിയുടെ മേലെ കുതിര കയറാതെ കാശുണ്ടാക്കുന്നതിനുള്ള അക്വാകൾച്ചർ പ്രാക്ടീസ് എന്താണോ അത് ആളുകൾ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം. He is promoting sustainable farming. He says that he does only 1 crop in a year. So with the 1 crop, he is able to get that good money with which he is able to live for a year. He is not interested in doing multiple crops. There are certain people in this area doing multiple crops and getting failures. And another aspect which he pointed out is that now 2 or 3 crops are being done in other parts of the country using the Vanami shrimp for culture. But according to him, we should not overexploit the resources or overexploit the capacity of the earth. Because of the overexploitation only, the problems are coming up. So he is emphasizing the point that the people who have studied aquaculture should teach the farmers how to do the sustainable farming. എന്റെ കൃഷിയിൽ ഏറ്റവും കടുത്ത അനുഭവം ഉണ്ടായ ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. കഴിഞ്ഞ കൃഷിയുടെ തൊട്ട് മുന്നത്തെ കൃഷി ഞാൻ ബോണ്ട് പ്രിപ്പയർ ചെയ്ത് വാട്ടർ കൾച്ചർ ചെയ്ത് അതിനിടയിൽ സീഡിന്റെ അന്വേഷണം തുടങ്ങി. കേരളത്തിൽ നല്ല സീഡ് കിട്ടാനില്ല. പല ഹാച്ചറിൽ സീഡ് എടുത്തു. ഞങ്ങൾ ഇവിടെ സീഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാംഗ്ലൂർ ഫിഷസ് കോളേജിൽ പോകും, അല്ലെങ്കിൽ അവിടെ കൊച്ചിയിൽ ദേവിക മാഡത്തിനൊക്കെ കൊച്ചി പനങ്ങാട് കോളേജിൽ പോകും. പക്ഷെ ടെസ്റ്റ് ചെയ്ത് എവിടെയും നല്ല സീഡ്, ഡിസീസ് ഫ്രീ സീഡ് കിട്ടാത്തപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഈ ബോണ്ട് പ്രിപ്പയർ ചെയ്തൊക്കെ ചെയ്തപ്പോൾ ഒരു മാർഗം ഇല്ലാതായി. അവസാനം പോണ്ടിച്ചേരിയിൽ പോയി അവിടെ നിന്നും സീഡ് എടുത്ത് മാംഗ്ലൂർ ഫിഷസ് കോളേജിൽ കൊണ്ടുവന്നു. ആ സീഡും ഡിസീസ് എഫക്റ്റഡ് ആയതാണ്. അതിൽ ISHN വീണ്ട് HP വീണ്ട്. അപ്പൊ എന്ത് ചെയ്യും ചോദിച്ചു. ഏറ്റവും അവസാനം ഞങ്ങള് ഇവിടെ ഇന്ദ്രാണി മേഡത്തെ ചോദിച്ചു, ദേവിക മേഡത്തോട് അവിടെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു അവസാനം പറഞ്ഞത് എത്തിയ നിഗമനം, നമുക്ക് കുറച്ചുകൂടി ഒരു നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ISHN എഫക്ട് ചെയ്ത സാധനങ്ങൾ ചെയ്യാം. ചെറിയ ഗ്രോത്ത് സ്റ്റാൻഡേർഡ് ആവും, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. കൃഷി നന്നായി കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫോണ്ട് മാനേജ്മെന്റ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ലാതെ പോകുന്നു. അതിലാണ് ഏറ്റവും കടുത്ത അനുഭവം ഉണ്ടായത്. അത് ഞാൻ പറയാം. The problem the farmers facing is that once they prepare the field and everything is ready, they have to stock. The problem is with the seed, availability of quality seed. He started searching for the seed, but wherever he searched, the seed which he used for testing, all of the seeds were having some disease problems. PCR testing of the seed showed that it is having seed problem. So he approached the Mangalore Fisheries College as well as the Kerala College, Panangad. Then Dr. Indrani Karnasakar here advised that if you are ready to take risk, you can try with IHHNV seed, but you should do the proper management so that your growth may be affected, but you will get some profit. IHHNV സീഡ് സ്റ്റോക്ക് ചെയ്തപ്പോ നമുക്ക് ആദ്യം ശരിക്കും ഈ മെയ് മാസം ലാസ്റ്റിലാണ് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്യുക. അപ്പോൾ ഹൈ സാലൻറ്റി ആയിരിക്കും. അബൌട്ട് 35-50 ഉണ്ടാവും നിങ്ങളുടെ ഫാമിൽ. ആ സമയത്ത് സ്റ്റോക്ക് ചെയ്തപ്പോൾ സാമാന്യം ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഗ്രോത്ത് റേറ്റ് അത്രയും കുഴപ്പമില്ല. പക്ഷേ മൺസൂൺ ആരംഭിച്ച് പിന്നീട് സലൈനിറ്റി വളരെ താഴെ പോയി. അത് 0 സലൈനിറ്റിയിൽ വരുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം എന്താന്ന് പറഞ്ഞാൽ ഫീഡ് ഇൻടേക്ക് വളരെ കുറഞ്ഞു, ഗ്രോത്ത് റേറ്റ് വളരെ 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 കുറഞ്ഞു. ഒരു ആഴ്ചയിൽ ഒരു
0.5 ഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം വരുന്ന അവസ്ഥയിലേക്ക് വന്നു. കൃഷിയുടെ പീരീഡ് എന്ന് പറയുന്നത് ഒരുപാട് നീണ്ടുപോയി. ആ 192 ദിവസത്തെ കൃഷി നടത്തി അത് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നാണ് അതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ മൺസൂൺ ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞ് ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും പിന്നീട് സലൈൻ വാട്ടർ കയറി വന്നു. ഞങ്ങൾ കുറച്ച് ഉപ്പുവെള്ളം കയറ്റി ഏതാണ്ട് ഒരു അബൌട്ട് 10 ppt ആയപ്പോഴേക്കും ഇതിന്റെ ഫീൽഡിലേക്ക് കുറച്ച് കൂടി വന്നു. പിന്നീട് പ്രോപ്പർ മോൾട്ടിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു 10-15 ദിവസം കൂടുമ്പോൾ സ്ഥിരമായി ഞങ്ങൾ ലൈം അപ്ലൈ ചെയ്ത് ഇൻഡ്യൂസ് മോൾട്ടിംഗ് നടത്തി. അങ്ങനെ പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് വന്ന് അത് 24 കൗണ്ട് ആക്കി അത് വിൽക്കുകയും ലാഭകരമായ നിലയിൽ ആ കൃഷി 192 ദിവസം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു. Stocking was done in May. So initially that time the salinity was about 35 ppt. Later with the arrival of monsoon in June, the feed intake has come down. The feed consumption by the shrimp has come down very much. He was able to sustain the farming, and during October, November again the salinity rose. That time the feed intake increased, but he was using lime. Like that he could prolong the culture up to 192 days and he could get 24 counts, and that was a good success for him using that infected seed. ഈ HSNVയുടെ കൃഷി നടക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഈ സയന്റിഫിക് കമ്മ്യൂണിറ്റിയും ഈ ഫാർമേഴ്സ് തമ്മിലൊരു ഗ്യാപ്പ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ്. നമ്മുടെ സയന്റിസ്റ്റുകൾ ഒരുപാട് കണ്ടെത്തലുകൾ ഉണ്ടാക്കുന്നു, ഇതുപോലെ ഒരുപാട് സെമിനാറുകൾ നടത്തുന്നു, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സംസ്കൃതമൊക്കെ വരുന്നു. പക്ഷേ ശരിക്കും ഇത് ഒരു പ്രായോഗികമായി ഈ ഫാർമേഴ്സും സയന്റിസ്റ്റും തമ്മിലൊരു വലിയ ഗ്യാപ്പ് നിലനിൽക്കുകയാണ്. ഇതുപോലുള്ള ചില ഘട്ടങ്ങളിൽ ഫാർമേഴ്സ് ഒരു കെണിയിലകപ്പെട്ടു പോയാൽ അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സയന്റിസ്റ്റുകളും അതുപോലെ തന്നെ എക്സ്പേർട്സും വരണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അക്വാകൾച്ചർ പഠിച്ച ആളുകൾ അക്വാകൾച്ചർ ചെയ്യുന്നില്ല, അക്വാകൾച്ചർ ചെയ്യുന്ന ആളുകളെ അക്വാകൾച്ചർ പഠിച്ച ആളുകൾ പഠിപ്പിക്കുന്നില്ല. അത് വളരെ ഗൗരവപ്പെട്ട ഒരു ഗ്യാപ്പായി നിലനിൽക്കുന്നത് പരിഹരിക്കാതെ നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ല. Especially during this culture play with IHSNV infected seed, he felt the gap between the scientist and the farmers. So as far as a farmer is concerned, he has invested in pond preparation, so he has to go for stocking. But if he is not stocking, he is losing his money. But he is doing the culture, taking a great risk. In that particular period, in such situations, the scientists should really come forward and help the farmers to overcome these problems. എൻ്റെ ഒരു കൃഷി അനുഭവം എന്ന് പറയുന്നത്, സാധാരണ നമ്മളിപ്പോൾ ഞാൻ സ്ഥിരമായി മോണോഡോണാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ട് ലിറ്ററേച്ചറിലൊക്കെ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, സാധാരണ pH ഒക്കെ അളവ് പറയുമ്പോൾ നമ്മൾ 7.5 to 8.5 ഇതാണ് ഐഡിയൽ pH, ഇതാണ് ഏറ്റവും നല്ലത്, മോണോഡോൺ വളരുന്നതിന്റെ ഏറ്റവും ബെറ്ററായി നിൽക്കുന്ന pH ഇതാണ് പറയും. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു 7 to 7.5 pH 7 to 7.5 ആണെങ്കിൽ ഏറ്റവും നല്ല ഗ്രോത്ത് റേറ്റ് കിട്ടുന്ന, നന്നായി കൃത്യമായി മോൾട്ടിംഗ് പ്രോസസ്സ് വളരെ കൃത്യമായി നടക്കുന്ന, നല്ല ഗ്രോത്ത് റേറ്റ് കിട്ടുന്ന ഒരവസ്ഥ ശരിക്ക് 7 to 7.5 ആണ്. അത് എൻ്റെ ഒരു കൾച്ചർ, അതിന്റെ ഒരു കൃഷി അനുഭവമായി ബന്ധപ്പെട്ട് അതിന്റെ സയന്റിഫിക് ബേസ് എനിക്ക് അറിയില്ല. ഇപ്പോൾ രാവിലെ നമ്മൾ pH നോക്കിക്കഴിഞ്ഞാൽ 7 7.1 2 ആണെങ്കിൽ വൈകുന്നേരം ഒരു 7.5 വരെ ആ ഒരു വേരിയേഷൻ അതിനനുസരിച്ചാണ് നിൽക്കുന്നതെങ്കിൽ നന്നായി നമുക്ക് നല്ല വളർച്ചാ നിരക്ക് കിട്ടും. എന്റെ കൾച്ചർ പീരീഡിലൊക്കെ എന്റെ അനുഭവം എന്ന് പറയുന്നത് സാധാരണ 1:1 പോലും FCR വന്നിട്ടുണ്ട്. 1:1 അത് ചിലപ്പോൾ 1:1.1 1.2 1.3 അതിനപ്പുറം സാധാരണ പോകാറില്ല. ഫീൽഡ് മാനേജ്മെന്റ് വളരെ കറക്റ്റ് ആണെങ്കിൽ ഒരുപാട് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതിലൂടെ നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും. 30 കൗണ്ട് ചെമ്മീന് വരെ ഇപ്പൊ 700 രൂപയാണ്. അപ്പോൾ ഈ സമയത്ത് ശരിക്കും വളരെ ടാക്ട്ഫുള്ളായി, വളരെ സയന്റിഫിക്കായി, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നമുക്കുള്ള സാധ്യതയെ ശരിയായ നിലയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ വലിയ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അതിനിടയിൽ സൂചിപ്പിച്ചതൊക്കെ ആ അറുത്തു കുടിക്കുന്നതിന് പകരം കറന്നു കുടിക്കുന്ന, അതായത് പ്രകൃതിയുടെ കാരിയിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുന്ന അവസ്ഥയിലേക്ക്, സസ്റ്റൈനബിൾ ആയ ഒരു അവസ്ഥയിലേക്ക് ഇത് വരണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. As a conclusion, he is telling two aspects to the information of all the people assembled here. One is about pH. From his experience, he is telling that 7 to 7.5 pH. He used to get very good production in if the pH is maintained at 7 to 7.5. And field management is another aspect, is very important. He has got even 1:1 FCR. Don't overexploit. If one crop is enough, you will get good money. But
one crop if you do properly, that is very good money. That's what he is emphasizing. So thank you, sir. Thank you for sharing us. അപ്പോൾ നിങ്ങൾ വന്ന് അക്വാകൾച്ചർ പഠിച്ചിട്ടില്ല, പക്ഷെ അക്വാകൾച്ചർ പഠിക്കുന്ന ആൾക്ക് നിങ്ങൾ അക്വാകൾച്ചർ പഠിപ്പിച്ചു കൊടുത്തു അല്ലേ സർ? താങ്ക് യു വെരി മച്ച്.